ഹലോ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നൊരു ശീലമാണ് കേട്ടോ. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ മറ്റെന്തും ചെയ്യാറുള്ളൂ. കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു മെഡിറ്റേഷനും കൂടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാനും നമ്മൾ മനസ്സിനെ നല്ല സ്ട്രെങ്ത് ആക്കി നിർത്താനും ഈ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുമാത്രമല്ല, അന്നത്തെ ദിവസം മുഴുവൻ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും ഈ പ്രാർത്ഥന നന്നായിട്ട് സഹായിക്കും. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ് കേട്ടോ. കുളിച്ച് വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി ചേട്ടന് ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോയ നേരത്ത് കുറച്ച് നേരം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആശാൻ ഇവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അതാ എൻ്റെ കുഞ്ഞപ്പനും എൻ്റെ മോളും കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിലേ സൺസ്ക്രീം ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ദാ മുഖത്തൊക്കെ സൺസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, UV റേസ് എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമതേ ഭയങ്കര ചൂടാണ്. 8 മണിയാകുമ്പോഴേ അങ്ങോട്ട് വെയിൽ തുടങ്ങും. ചേട്ടനാണെങ്കിലോ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. മുടിയൊക്കെ ഒതുക്കി കെട്ടി ദാ ഒരംഗത്തിനായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഇവന്മാരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ആ പുഴു കയറുകയും വല്ല ചാഴികളുടെ ശല്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവന്മാരുടെ അടുത്ത് ചെന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കും. എന്തെങ്കിലുമൊക്കെ പുഴു കയറിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പിടിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കും കേട്ടോ. എല്ലാ ദിവസവും കാണും. കുറച്ച് പച്ചമുളക്, കുറച്ച് വെണ്ടയ്ക്ക, ഒരു പടവലങ്ങ, കുറച്ച് വഴുതനങ്ങ, അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ദിവസവും കിട്ടും കേട്ടോ. ഇതാണെങ്കിൽ വെണ്ടയ്ക്ക കുറച്ച് അധികം പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പടവലങ്ങയൊക്കെ ഇഷ്ടം പോലെ പൂത്ത് വെപ്പുണ്ട്, പക്ഷേ കായ വളരെ കുറവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് പറിച്ച് അവിടെയൊക്കെ ഒന്ന് നനയ്ക്കുകയും ചെയ്തു. പിന്നെ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഈ മുറ്റം അടിക്കുന്ന സമയത്താണ് വെള്ളം നിറച്ച് വയ്ക്കുകയും അത് നനയ്ക്കുകയും കൂടെ ചെയ്യും കേട്ടോ. 2 ദിവസത്തേക്കുള്ള ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 2 ദിവസം ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും കൊണ്ട് വന്നപ്പോൾ ഒരാൾക്കത് വേണ്ടാന്ന്. എന്നാൽ പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദാ ഏത്തയ്ക്കാപ്പം വേണമെന്ന്. അതിരാവിലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞല്ലേ, പാവം. എന്നാൽ പിന്നെ ദാ ഒന്നും നോക്കണ്ട, കുറച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ദാ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരാൾക്ക് എന്താ ഒരു സന്തോഷം. എന്തെങ്കിലും ആവട്ടെ, പരീക്ഷയ്ക്ക് പോകണ്ടല്ലേ, ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് കറിക്ക് കിട്ടിയത് നമുക്ക് മത്തിയും പിന്നെ കൊഴുവയും ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചെറിയൊരു മഴച്ചാറ്റിൽ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുക്കറിനകത്തിട്ടാണ് കേട്ടോ കഞ്ഞിയൊക്കെ വെച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ കൊഴുവയില്ലേ നന്നായിട്ട് അങ്ങ് പറ്റിച്ചെടുത്തിട്ടുണ്ടേ. തേങ്ങയിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ചേർത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കൊഴുവയും കൂടെ ചേർത്ത് അങ്ങൊന്ന് പറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളമില്ലാതെ പറ്റിച്ചെടുക്കുന്ന ആ കൊഴുവാപ്പീരയില്ലേ, കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാവോ. അതുപോലെ മത്തി അങ്ങോട്ട് വറുത്തെടുത്ത് കേട്ടോ. മോൾക്ക് ഏറ്റവും ഇഷ്ടം മത്തി വറുത്തതാണ്. പിന്നെ ഇവരുടെയൊക്കെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ. എനിക്കിഷ്ടമുള്ള സാധനം കൂടെ ഞാൻ ഉണ്ടാക്കിയെന്നേ. എന്താണെന്നല്ലേ ഇത് മാങ്ങാപ്പച്ചടിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മാങ്ങാപ്പച്ചടി. എൻ്റെ ദൈവമേ, ഈ കടകളിൽ എങ്ങനെ പൊട്ടുമോ, എന്തൊരു പൊട്ടലാണ്. പൊട്ടി ഇതേ പടക്കം പൊട്ടുന്ന പോലെ തെറിച്ച് വീണ കണ്ടപ്പോൾ ഞാൻ ഈ പാത്രം എടുത്ത് മൂടി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മൂടി അങ്ങ് തുറന്നപ്പോഴോ അതിനേക്കാട്ടി വലിയ കൊട്ടിയ മേളം. ഇതെന്താ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത്രയ്ക്ക് മേളമൊന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ മാങ്ങാ പച്ചടിയും കൂടെ അങ്ങ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെച്ചതിന് ശേഷം ഞാനിത് എങ്ങോട്ടാ ഈ ഒരുങ്ങി കെട്ടി പോണേന്ന് ചോദിച്ചാലേ, നമ്മുടെ അടുത്ത പള്ളിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഊണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത വീട്ടിലൊരു ചേച്ചി വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു അവയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പള്ളിയിൽ പോയിട്ടാണ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് കേട്ടോ. അവിടെ സദ്യയായിരുന്നു, നല്ല പായസമൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യയെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ.